ഹായ് ഫ്രണ്ട്സ്, കോട്ടയത്ത് UDF ശക്തമായ അടിയൊഴുക്കുണ്ടാവും. എൻ്റെ വാക്കുകളല്ല, ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നതാണ്. ഒരു സാമുദായിക നേതാവാണെങ്കിൽ പോലും കേരള രാഷ്ട്രീയത്തിൽ ദീർഘകാല പരിചയമുള്ള അദ്ദേഹത്തിന്റെ വാക്കുകളെ വെറുതെ തള്ളിക്കളയാനാവുകയില്ല. തീർച്ചയായും UDF ശക്തമായ അടിയൊഴുക്ക് ഉണ്ടാവുക തന്നെ ചെയ്യും. പക്ഷേ ആ അടിയൊഴുക്ക് ഏത് വിധത്തിൽ എങ്ങോട്ടുണ്ടാകുമെന്നുള്ളത് പ്രവചിക്കുക വയ്യ. അദ്ദേഹം പറയുന്നത് കോൺഗ്രസുകാര് LDF സ്ഥാനാർത്ഥി ശ്രീ തോമസ് ചാഴികാടന് വോട്ട് ചെയ്യുമെന്നാണ്. ശരിയോ തെറ്റോ എനിക്കറിഞ്ഞുകൂടാ. സാധ്യതയുണ്ട്. കാരണം കേരള കോൺഗ്രസ് എംപിനെ UDF പുറത്താക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് കോട്ടയം സീറ്റും കോട്ടയത്തെ മേൽക്കോയ്മയും കോൺഗ്രസ് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അതിന് വിലങ്ങുതടിയായിരുന്നു തീർച്ചയായും കേരള കോൺഗ്രസ് എം. ജോസഫ് ഗ്രൂപ്പിന് കോട്ടയം ജില്ലയിൽ കാര്യമായ സ്വാധീനമില്ല. അപ്പൊ കോട്ടയത്തെ സീറ്റുകൾ ഒന്നാകെ വിഴുങ്ങാമെന്നുള്ള അതിമോഹമാണ് കേരള കോൺഗ്രസ് എമ്മിനെ പുറത്താക്കുവാനുള്ള അടിസ്ഥാനപരമായ കാര്യം. മറ്റൊരു കേരള കോൺഗ്രസ് ഇവിടെ വളർന്നു വരുന്നത് കോൺഗ്രസ് ദഹിക്കുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം തന്നെയാണ്. അങ്ങനെ സംഭവിച്ചേക്കാം. ഒരു കാലത്ത് കോൺഗ്രസിന്റെ കോട്ടയായിരുന്നു മധ്യ തിരുവിതാംകൂർ, പ്രത്യേകിച്ച് കോട്ടയം. ഇപ്പൊ അതൊക്കെ മാറിപ്പോയിരിക്കുന്നു. ഇടതുപക്ഷം ശക്തമായ സ്വാധീനം അറിയിക്കുകയാണ് അവിടെയൊക്കെ. പക്ഷെ ഞാൻ കാണുന്ന മറ്റൊരു സ്വാധീനം എന്ന് പറയുന്നത് കോട്ടയത്തെ UDFകാർ, പ്രത്യേകിച്ചും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് BJPയിലേക്ക് സാവകാശം അടുക്കുകയല്ലേ എന്ന് ഞാൻ സംശയിക്കുന്നു. ശ്രീ സജീവ് മഞ്ഞക്കടമ്പൻ വെറുമൊരു തുടക്കം മാത്രം. ആ രീതിയിൽ ചിന്തിക്കുന്ന നസ്രാണി ക്രിസ്ത്യാനികൾ, കേരള കോൺഗ്രസുകാർ ഒരുപാട് കോട്ടയം ജില്ലയിലുണ്ട്. പലരും അങ്ങോട്ടേക്ക് ക്രമേണ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ മാറ്റമാണ് ആളുകൾ കാണാതെ പോകുന്നത്. എന്ന് പറഞ്ഞാൽ ആരെയും സ്വാഗതം ചെയ്യുന്ന BJP കോട്ടയം ജില്ലയിലും അതിന്റെ അടിത്തറ വർദ്ധിപ്പിക്കുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഈ ഇലക്ഷനെ എത്രമാത്രം സ്വാധീനിക്കും എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ട കാര്യമാണ്. ഏതാണെങ്കിലും ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ വാക്കുകളെ വെറുതെ അങ്ങോട്ട് എഴുതിത്തള്ളാനാവുകയില്ല. ശേഷം ഭാഗം കത്തിരുന്ന് കാണാം.